ഇത് കുറച്ച് ചെറിയ ചെമ്മീൻ ഞാൻ പൊളിച്ച് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കപ്പയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കപ്പ നമുക്ക് പുഴുങ്ങാം. ഈ ചെമ്മീനാണെങ്കിൽ മുളകിട്ടൊരു കറിയും വയ്ക്കാം. കാണിച്ചു തരാവേ. ഞാൻ ദേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കണ്ടോ, നീളത്തിലരിഞ്ഞ ഒരു പിടി ചുമന്നുള്ളിയുണ്ട്. ഒരു 3-4 വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി എൻ്റെ അടുത്ത് ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടൊരു ചെറിയ തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഒരു തക്കാളിയും കൂടെ ഉണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റ്, ഒരു കൊഴുപ്പും ഒക്കെ കിട്ടുമേ. ആ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ചുമന്നുള്ളി ഇടുക. എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു. ഫ്ലെയിം കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കും. അപ്പോൾ ചുമന്നുള്ളി നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതാണ് ഇതേ ഉപ്പിട്ട് ഇളക്കിയിട്ട് ഇതൊന്നൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേന് ഈ ചുമന്നുള്ളി ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതേ ചുമന്നുള്ളി വഴന്നിട്ടുണ്ട്. അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഇത് കണ്ട കാശ്മീരി ചില്ലിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതും ഇട്ട് പിന്നെ വേണ്ടത് ഇതേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് മൂപ്പിക്കണ്ട, മൂത്താൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് ആ തക്കാളി, അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇല്ലേ, അതുകൂടി ഇട്ടൊന്ന് ഇളക്കുക. കപ്പയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ഒരു വറ്റിയ കറിയാണ്. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് വെള്ളം നീണ്ടിരിക്കുന്നതല്ല, ഒരു വറ്റിയ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് 5 മിനിറ്റ് അല്ല, തിളയ്ക്കുന്ന സമയം വരെ ഇതൊന്ന് വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഉണ്ടാ ചാറ് തിളച്ചിട്ടുണ്ട്. തിളച്ച സമയത്ത് നമുക്ക് ഒരു 2 കഷ്ണം കുടംപുളി കഴുകി വെച്ചേക്കുന്നതാണ്, അത് ഈ ചാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്മീനും കുറേ നേരം ഇത് വേകേണ്ട കാര്യമില്ല. കാരണം ഇത് ചെമ്മീന് വേവ് കുറവാണ്. ചെറിയ ചെമ്മീനായതുകൊണ്ട് ഈ ചെമ്മീന് ടേസ്റ്റുള്ള ചെമ്മീനാണ്. കറിക്കൊക്കെ നല്ലത് ഈ ചെമ്മീനാണ്. പൂവാലൻ എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ ഈ ചെമ്മീന്. ഇതെന്താണ് ഇതിന് പൂവാലെന്ന് പറയാൻ കാര്യമെന്നറിയാം. ഇതിൻ്റെ വാലിന് നല്ലൊരു ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള വാലാണ് ഇതിൻ്റെ വാല്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനിനി പച്ചയ്ക്ക് അരി ചെമ്മീൻ കാണിച്ചു തരാം. ഇതിൻ്റെ വാലിൻ്റെ ഭംഗി കാണിച്ചു തരാം. ചിലപ്പോൾ അതായിരിക്കും ഈ ഒരു പേര് വന്നത്. ഇത് എന്നിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് മതി. 5-10 മിനിറ്റിനിടയ്ക്ക് നമുക്കൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. കറിക്ക് അധികം വേവില്ല ചെമ്മീൻ. നല്ല 5 മിനിറ്റ് നല്ല തിളച്ച് കിട്ടിയാൽ മാത്രം മതി. അതേ ചെമ്മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാം. കപ്പ ഞാൻ പൊളിച്ചരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. അത് കുക്കറിലിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം. ഇതേ നമ്മുടെ ചെമ്മീൻ കറി തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റി, വെള്ളം അല്പം കൂടിപ്പോയി. കാരണം വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയായിരുന്നു. ഈ ചെമ്മീൻ വേകുമ്പോൾ ചെമ്മീനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. പക്ഷെ അത് വേണ്ടായിരുന്നു.
അതുകൊണ്ട് എൻ്റെ കറി ഇച്ചിരി നീണ്ടിരിക്കുക. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. കപ്പയ്ക്ക് കഴിക്കാനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും എനിക്ക് വറ്റിയ ചെമ്മീൻ കറിയാണ് ഇഷ്ടം. ഇങ്ങനെ മുളകിട്ട് വെക്കുമ്പോൾ ഇച്ചിരി വറ്റിയിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഒഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ, ഞാനിവിടെ എണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ്. പിന്നെ ഈ ചെമ്മീൻ കറി ആയതുകൊണ്ടാണ് ഞാൻ ആ എണ്ണയിൽ ചുമന്നുള്ളി ഒന്ന് വഴറ്റിയെടുത്തത്. കപ്പയ്ക്ക് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. 8 വിസിൽ മതി കപ്പ വേകാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ആവി പ്രഷർ പോകുന്നത് വരെ നമുക്കിങ്ങനെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കപ്പ പുഴുങ്ങിയതും ചെമ്മീൻ മുളകിട്ടതും റെഡിയായിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവുകയാണ്.